L2. Hello dear students, welcome back to our plus 2 economics class. In the last class, we have got an idea of the interrelationship between different economic activities and how does a simple economy functions with only two sectors, right? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എങ്ങനെയാണ് ഒരു സിമ്പിൾ ഇക്കോണമിയിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും ആ പരസ്പര ബന്ധത്തിലൂടെ എങ്ങനെയാണ് സാമ്പത്തിക വളർച്ചയിലേക്ക് സമ്പദ് വ്യവസ്ഥ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു റഫ് ഐഡിയ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയിരുന്നു. Can you say the two sectors in the simple economy? Yes, household and firms. We already discussed that household are the only owners of factories of production and they supply their factory services to firms. These firms hire the factory services from household and by combining these services, firms produce goods and services. ഇങ്ങനെ ഹൗസ് പ്രദാനം ചെയ്യുന്ന ഉൽപ്പാദന ഘടകങ്ങളുടെ സേവനങ്ങൾ കമ്പൈൻ ചെയ്ത് സംയോജിപ്പിച്ച് ഫേംസ് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഹൗസ് ഹോൾഡുകൾ അവരുടെ സേവനങ്ങൾ ലാൻഡോ ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ എന്നിങ്ങനെയുള്ള ഫാക്ടറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദേ വിൽ റിസീവ് എ ഫാക്ടർ ഇൻകം. That is, householder receive a factor income from firms for providing their services. അവരുടെ സർവീസ് പ്രദാനം ചെയ്യുന്നതിന് പകരമായി ഹൗസ് ഹോൾഡുകൾ ഫേംസിൽ നിന്ന് ഒരു റെമ്യൂണറേഷൻ അഥവാ പ്രതിഫലം സ്വീകരിക്കുന്നു. അതുപോലെ ഹൗസ് ഹോൾഡ് സ്പെൻഡ് ദെയർ എൻറ്റയർ ഇൻകം ഇങ്ങനെ റിസീവ് ചെയ്ത ഇങ്ങനെ സ്വീകരിച്ച പൂർണ്ണമായും മുഴുവൻ പ്രതിഫലവും they will spend on purchasing the goods and services as there is no source for spending. And again, the firms sell their entire output that are produced with the services of household. ഹൗസ്ഹോൾഡുകളുടെ സർവീസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഉൽപ്പന്നവും ഫേംസ് വിറ്റഴിക്കുകയും ചെയ്യുന്നു. So here we can say that the aggregate consumption by household is equal to the aggregate expenditure by the firms on goods and services. ഹൗസ്ഹോൾഡുകൾ ഉപഭോഗത്തിന് വേണ്ടി ചെലവാക്കുന്ന മൊത്ത ചെലവുകൾ എന്നത് ഫേംസുകൾ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ചെലവായ മൊത്ത ഉൽപ്പാദന ചെലവിന് തുല്യമായിരിക്കും. As a flow of aggregate consumption by the household, the entire income of the country comes back to the firms in the form of sales revenue. ഹൗസ്ഹോൾഡുകൾ അവരുടെ സേവനം പ്രദാനം ചെയ്തതിന് പകരമായി അവർ സ്വീകരിച്ച ഈ പ്രതിഫലം സാധന സേവനങ്ങൾ വാങ്ങുന്നതിനുള്ള സെയിൽ റെസീപ്റ്റ്സുകളായി അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ ആയി പൂർണ്ണമായും ഇത് വീണ്ടും ഫേംസിൻ്റെ കൈകളിൽ എത്തിച്ചേരുന്നു. In the next period also, the firm will once again produces the goods and services and pay remuneration to factors. These remunerations will once again be used to buy the goods and services. നോക്കൂ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകുന്നില്ല, അവിടെ വെച്ചത് നിന്നു പോകുന്നില്ല, മറിച്ച് അടുത്ത ഉൽപ്പാദന പ്രക്രിയയിൽ വീണ്ടും ഉൽപ്പാദന യൂണിറ്റുകൾ സാധന സേവനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഹൗസ് ഹോൾഡുകളുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അവരുടെ സേവനങ്ങൾക്ക് പകരമായി പ്രതിഫലം കൊടുക്കുന്നു. ഈ പ്രതിഫലം വീണ്ടും സാധന സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇങ്ങനെ ഒരു എൻഡ്ലെസ് ആയിട്ട് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഫ്ലോയായി ഒരു ഒഴുക്കായി ഈ പ്രക്രിയ കടന്നു പോകുന്നു. This process will continue year after year through these two sectors in a circular way. ഒരു ചാക്രിക പ്രവാഹമായി ഇത്തരത്തിൽ ഫേംസിനും ഹൗസ് ഹോൾഡിനും ഇടയിലുള്ള ഒരു ഫ്ലോയായി ഒരു ഒഴുക്കായി വരുമാനം ഇങ്ങനെ അനന്തമായി എൻഡ്ലെസ്സായി ഇത് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ദിസ് ഫ്ലോ ഈസ് കോൾഡ് എ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇതിനെയാണ് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹത്തെ ഇവിടെ നമുക്കൊരു സ്ക്രീനിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇൻ ദ സ്ക്രീൻ വി ക്യാൻ വാച്ച് ഹൗ ദിസ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഓപ്പറേറ്റ്സ് ഇൻ എ സിമ്പിൾ എക്കോണമി. വി നോ ദാറ്റ് ദർ ആർ ഓൺലി ടു സെക്ടേഴ്സ്. വൺ ഈസ് ഹൗസ് ഹോൾഡ് ആൻഡ് ദ അതർ വൺ ഈസ് ഫേംസ്. ഒന്ന് ഹൗസ് ഹോൾഡും മറ്റൊന്ന് ഫേംസുമാണ്. Firstly, there is a flow of factor services from household to firms in the form of land, labor, capital and entrepreneurship.
ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഹൗസ് ഹോൾഡുകൾ മാത്രമാണ് ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥർ. ആ ഉൽപ്പാദന ഘടകങ്ങളായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ് ഇവയുടെ സേവനങ്ങൾ ഹൗസ് ഹോൾഡ് ഫേംസിന് പ്രദാനം ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ ഫ്ലോ. In return, the householder receive factor income in the form of rent, wages, interest and profit from the firms. അപ്പോൾ ലാൻഡ് സപ്ലൈ ചെയ്യുന്നു, ലാൻഡ് ലോഡ് സപ്ലൈ ചെയ്യുന്നു, ലേബറേഴ്സ് ലേബർ പവറിന് സപ്ലൈ ചെയ്യുന്നു, ഓണർ ഓഫ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യുന്നു, ഓൺട്രപ്രണർഷിപ്പ് സപ്ലൈ ചെയ്യുന്നു. ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദനം നടത്തുമ്പോൾ അതിന് പകരമായി ഫേംസ് തിരിച്ച് അവയുടെ റെമ്യൂണറേഷനായ ലാൻഡിന് വേണ്ടി റെൻ്റ് അഥവാ പാട്ടം, ലേബറേഴ്സിന് വേജസ് ഓർ സാലറീസ്, അതുപോലെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, അതുപോലെ ഓൺട്രപ്രണർഷിപ്പിന് പ്രോഫിറ്റ് എന്നീ റെമ്യൂണറേഷനുകൾ ഫേംസ് ഹൗസ് ഹോൾഡിന് തിരികെ നൽകുന്നു. ഇങ്ങനെ ഹൗസ് ഹോൾഡിൻ്റെ കൈവശമുള്ള ഈ ഫാക്ടർ ഇൻകം, the factor income so received is used by the household for purchasing the goods and services from firms. ഫാക്ടർ സർവീസുകൾ ഹൗസ് ഹോൾഡ് ഫേംസിന് കൊടുത്തു, ഫേംസ് അതിന് പകരമായി ഫാക്ടർ റെമ്യൂണറേഷൻ കൊടുത്തു. ഈ ഹൗസ് ഹോൾഡിൻ്റെ കൈവശമുള്ള ഈ വരുമാനത്തെ ഫേംസ് ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനായി, വാങ്ങുന്നതിനായി ഹൗസ് ഹോൾഡുകൾ ഉപയോഗപ്പെടുത്തുന്നു. സോ ഫ്ലോയിങ് ദിസ് ഇൻകം ഇൻ ദ ഫോം ഓഫ് സ്പെൻഡിങ് ഫ്രം ഹൗസ് ഹോൾഡ് ടു firm. Here there is a flow of income in the form of a spending from household to firms. In return, household receive the goods and services from the firms. അതിന് പകരമായിട്ട് ഫേംസ് അവരുൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. In these flows, we can say that aggregate income received by the household is equal to aggregate value of goods and services produced by the firms is equal to the aggregate spending by the household on goods and services. സാധന സേവനങ്ങളിന്മേൽ ചെലവാക്കിയ ആഗ്രിഗേറ്റ് സ്പെൻഡിങ്, സാധന സേവനങ്ങളുടെ ആഗ്രിഗേറ്റ് വാല്യൂ, അതുപോലെ ആഗ്രിഗേറ്റ് ഇൻകം റിസീവ്ഡ് ബൈ ദ ഹൗസ് ഹോൾഡ് ആർ ദ വൺ ആൻഡ് ദ സെയിം. ഇവയെല്ലാം ഒരേ വാല്യൂ തന്നെയായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. Okay, here in the circular flow that we are shown in the screen, we can observe two flows in the upper part and two flows in the lower part. മുകളിലായി രണ്ട് ഫ്ലോസ് അഥവാ പ്രവാഹങ്ങളും അതിൻ്റെ ഗ്രാഫിൻ്റെ താഴ്ഭാഗത്തായി രണ്ട് പ്രവാഹങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നോക്കൂ, അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഫ്ലോയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും ദാറ്റ് ദ ടു ഫ്ലോസ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ സർക്കുലർ ഫ്ലോ റെപ്രസെൻറ്റ്സ് ദ ഗുഡ്സ് മാർക്കറ്റ്. ഉൽപ്പന്ന വിപണിയെ ആണ് ആ ഫ്ലോയിലെ ആദ്യത്തെ ഏറ്റവും മുകൾ പാർട്ടിലുള്ള രണ്ട് ഫ്ലോസും കാണിക്കുന്നത് ഉൽപ്പന്ന വിപണിയെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്യാൻ യു സേ വൈ ദീസ് ഫ്ലോസ് റെപ്രസെൻറ്റ്സ് ദ ഗുഡ്സ് മാർക്കറ്റ്? യെസ്, the arrow above represents the flow of payments for the goods and services. സാധന സേവനങ്ങളുടെ പേയ്മെൻറ്റുകളാണ് ഏറ്റവും മുകളിലത്തെ ആരോയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയുള്ള ആരോയിലോ ദാറ്റ് ആരോ റെപ്രസെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധന സേവനങ്ങളുടെ ഒഴുക്കിനെയും കാണിക്കുന്നു. നോക്കൂ, ആ രണ്ട് ഫ്ലോസും യഥാർത്ഥത്തിൽ സാധന സേവനങ്ങളുടെ ഫ്ലോയും, ഒന്ന് സാധന സേവനങ്ങളുടെ ഫ്ലോയും മറ്റൊന്ന് സാധന സേവനങ്ങൾക്ക് മേലുള്ള ചെലവുകളുടെ ഫ്ലോയുമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും, ഈ രണ്ട് ഫ്ലോസും രണ്ടൊഴുക്കുകളും യഥാർത്ഥത്തിൽ ഉൽപ്പന്ന വിപണിയുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ മുകൾ പോർഷൻ പ്രധാനമായും ഗുഡ്സ് മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡസ് ദ ലോവർ പാർട്ട് റെപ്രസെൻറ്റ്സ്? യെസ്, ദ flows in the lower part represents factor market or factors of production market. ഉൽപ്പാദന ഘടക വിപണിയെയാണ് താഴത്തെ ഫ്ലോസ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദ ലോവർ മോസ്റ്റ് ആരോ, ഏറ്റവും താഴെയുള്ള ആരോ എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സർവീസസ് ദാറ്റ് ഹൗസ് ഹോൾഡ് ആർ റെൻറ്ററിങ് ടു ഫേംസ്. ഹൗസ് ഹോൾഡ് ഫേംസിന് കൊടുക്കുന്ന സേവനങ്ങളെയാണ് ഏറ്റവും താഴെയുള്ള ആരോയിലെ ഫ്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ അതിന് തൊട്ട് മുകളിലുള്ള ആരോ, ദ ആരോ എബവ് ദെൻ റെപ്രസെൻറ്റ്സ് ദ ഫാക്ടർ പേയ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്.
അതിന് ഏറ്റവും താഴെയുള്ള ആരോയ്ക്ക് തൊട്ട് മുകളിലുള്ള ആരോ ഈ ഫാക്ടർ സർവീസസിന് പകരമായി കൊടുക്കുന്ന റെൻറ്റിനെ, വേജസിനെ, ഇൻട്രസ്റ്റിനെ, അതുപോലെ പ്രോഫിറ്റിനെയാണ് കാണിക്കുന്നത്. സോ ദീസ് ഫ്ലോസ് ആർ കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന ഘടകങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഫ്ലോസ് കാണിച്ചിരിക്കുന്നത്. സോ ദ ലോവർ പാർട്ട് ഓഫ് ദ സർക്കുലർ ഫ്ലോ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാർക്കറ്റ് ഓർ ഫാക്ടർ മാർക്കറ്റ്. Here one thing that is to be noted is that the same income is continuously flowing in between the sectors like firms and household. ഇവിടെ നോക്കൂ, ഒരിടത്തും ഈ ഫ്ലോ ഒരിടത്തും അവസാനിക്കുന്നില്ല. ഫ്ലോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തടസ്സവും ഇല്ലാതെ ഫേംസിൽ നിന്ന് ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേംസിലേക്കും ഇങ്ങനെ ഇത്തരം പ്രവാഹങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എവിടെയെങ്കിലും ഈ ഫ്ലോയ്ക്കൊരു തകരാറ് അല്ലെങ്കിൽ ഒരു തടസ്സം നേരിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ ഈ COVID-19 കാലയളവിൽ നമുക്കൊരു വലിയ നീണ്ട കാലയളവിൽ നമുക്ക് ലോക്ക്ഡൗൺ സംഭവിച്ചിരുന്നു. ആ ലോക്ക്ഡൗൺ സംഭവിച്ചപ്പോൾ അഗ്രികൾച്ചറൽ മേഖലയിലും അതുപോലെ ഇൻഡസ്ട്രിയൽ മേഖലയിലും സർവീസ് മേഖലയിലും ഒക്കെ തന്നെ ഉൽപ്പാദന പ്രക്രിയയിൽ ചെറുതായിട്ടെങ്കിലും ഒരു തടസ്സം നമുക്ക് നേരിട്ടു. ഈ തടസ്സത്തെ നേരിടുന്നതിന് വേണ്ടി സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ ഒക്കെ പലതരത്തിലുള്ള സാമ്പത്തിക പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്തു. എന്തിനായിരുന്നു അത്? ഇത്തരം ഈ സർക്കുലർ ഫ്ലോയിലൂടെ ഇങ്ങനെ വരുമാനം പ്രവഹിച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നേരിടുന്ന ആ തടസ്സങ്ങൾ ഇക്കോണമിയെ ആകമാനം ബാധിക്കും. എവിടെയെങ്കിലും ഈ ഒരു സർക്കുലർ ഫ്ലോയ്ക്ക് ഒരു ബ്രേക്ക് നേരിട്ടാൽ അത് ആ ഇക്കോണമിയെ, ആ സമ്പദ് വ്യവസ്ഥയെ കംപ്ലീറ്റായി ഒരു കൊളാപ്സ്ഡ് സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് കാരണമാകും. സോ ഈ നമ്മുടെ എക്കോണമിയുടെ അനസ്യൂതമായ യാതൊരു തടസ്സങ്ങളുമില്ലാതെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പോക്കിന് ഈ സർക്കുലർ ഫ്ലോ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സർക്കുലർ ഫ്ലോ എന്ന് വിളിക്കുന്നത്. Here all these flows can be viewed from 2 different angles. ഇവിടെ നമ്മുടെ സർക്കുലർ ഫ്ലോയിൽ 4 തരത്തിലുള്ള ഫ്ലോസ് ആണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തത്. ഈ ഫ്ലോസ് എല്ലാം തന്നെ നമുക്ക് 2 ആംഗിളിൽ, നമുക്ക് 2 വീക്ഷണകോണിലൂടെ നമുക്കതിനെ കാണാൻ കഴിയും. Can you tell that views? Yes. One is in monetary terms and the other one is in non-monetary terms. സർക്കുലർ ഫ്ലോയിലെ എല്ലാ ഒഴുക്കുകളെയും ഒന്നുകിൽ നമുക്കതിനെ മോണിറ്ററി ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് നോൺ മോണിറ്ററി ടേംസ് അഥവാ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നു. മോണിറ്ററി ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കാൻ കഴിയുന്നത്. എന്നാൽ മറ്റൊരു ഫ്ലോ ഏത് അടിസ്ഥാനത്തിലാണ്? പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നടത്തുന്ന പേയ്മെൻറ്റുകളാണ് മറ്റൊരു ഫ്ലോ എന്ന് പറയുന്നത്. Here is a worksheet in the screen to classify all the flows in the circular flow into monetary flow and non-monetary flow. ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കാണിച്ചിട്ടുണ്ട്. In the first column there is the monetary flows and in the second column the non-monetary flows are to be filled. Monetary flows, we know that the flows are estimated in money terms. Non-monetary flows, we know that the flows are not measured or not estimated in terms of money flows. നമുക്കറിയാം ഈ 4 ഫ്ലോസ് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ അറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് മോണിറ്ററി ഫ്ലോസിൽ ഏതൊക്കെ ഫ്ലോകളാണോ വരുന്നത് അത് ആദ്യത്തെ കോളത്തിൽ ലിസ്റ്റ് ചെയ്യുക. നോൺ മോണിറ്ററി ഫ്ലോസ് ഏതൊക്കെയാണോ അത് രണ്ടാമത്തെ കോളത്തിലും നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. പൂർത്തിയാക്കിയ മറ്റൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ പൂർത്തിയാക്കിയ വർക്ക്ഷീറ്റുമായി ഇതിനെ കമ്പയർ ചെയ്യുക. രണ്ടും ഒരുപോലെയുള്ളതായിരിക്കും. ഇൻ മോണിറ്ററി ഫ്ലോസ് there is the factor payment and spending on goods and services. And again in the non-monetary flows there is factor services and goods and services. മോണിറ്ററി ഫ്ലോയിൽ ഫാക്ടർ പേയ്മെൻറ്റുകളുണ്ട്, ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമുണ്ട്, സ്പെൻഡിങ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധന സേവനങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവുകൾ പണത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. എന്നാൽ നോൺ മോണിറ്ററി ഫ്ലോസ് ആണെങ്കിലോ ഫാക്ടർ സർവീസുകൾ, നമ്മൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ് ഈ രൂപത്തിലാണ് നമ്മൾ ഫാക്ടർ സർവീസസ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫ്ലോയും നോട്ട് ഇൻ ടേംസ് ഓഫ് മണി. ദ ഫ്ലോസ് വിച്ച് ആർ വ്യൂഡ് ഇൻ മോണിറ്ററി ടേംസ് ആർ കോൾഡ് മണി ഫ്ലോ. മോണിറ്ററി ടേംസിൽ നമ്മൾ കണ്ട ഫ്ലോസിനെ മണി ഫ്ലോ എന്ന് വിളിക്കാം, പണപ്രവാഹം. ദെൻ ഫ്ലോസ് വിച്ച് ആർ വ്യൂഡ് ഓൺ നോൺ മോണിറ്ററി ടേംസ് ആർ കോൾഡ് റിയൽ ഫ്ലോ. നോൺ മോണിറ്ററി ടേംസിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്ലോസിനെ റിയൽ ഫ്ലോ എന്നും വിളിക്കുന്നു. സോ ഓൾ ദ ഫ്ലോസ് ഇൻ ദ സർക്കുലർ ഫ്ലോ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു റിയൽ ഫ്ലോ ആൻഡ് ദ
മണി ഫ്ലോ. സർക്കുലർ ഫ്ലോയിലെ എല്ലാ പ്രവാഹങ്ങളെയും ഒന്നുകിൽ നമുക്ക് മണി ഫ്ലോ എന്നും അല്ലെങ്കിൽ നമുക്ക് റിയൽ ഫ്ലോ അഥവാ യഥാർത്ഥ പ്രവാഹമായി നമുക്ക് തരംതിരിക്കാം. ക്ലിയർ? The flow of factor payments in the form of rent, wages, interest and profit are money flow, and the flow of expenditure on goods and services by household to firms are also money flow. The flow of factor payments in the form of rent, wages, interest and profit എന്നിവ പണരൂപത്തിലാണ് ഫ്ലോസ് നടക്കുന്നത്. അതുപോലെ തന്നെ സാധന സേവനങ്ങൾക്ക് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ അഥവാ ചെലവും പണരൂപത്തിലാണ് പ്രവാഹങ്ങൾ നടക്കപ്പെടുന്നത്. എന്നാൽ റിയൽ ഫ്ലോ ഏതൊക്കെയാണ്? റിയൽ ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഫാക്ടർ സർവീസസ് ഇൻ ദ ഫോം ഓഫ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഫ്രം ഹൗസ് ഹോൾഡ് ടു ഫേംസ് ആർ ദ റിയൽ ഫ്ലോ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ് എന്നിവ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേംസിലേക്കുള്ള പ്രവാഹം യഥാർത്ഥത്തിൽ റിയൽ ഫ്ലോയാണ്. അതുപോലെ ഫ്ലോസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ഫേംസ് ടു ഹൗസ് ഹോൾഡ് ആർ ഓൾസോ റിയൽ ഫ്ലോ. ഫേംസിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്കുള്ള സാധന സേവനങ്ങളുടെ പ്രവാഹവും റിയൽ ഫ്ലോയാണ്. അപ്പോൾ നമ്മൾ മൊത്ത പ്രവാഹത്തെ സർക്കുലർ ഫ്ലോയിലെ 4 പ്രവാഹങ്ങളെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് മണി ഫ്ലോ എന്നും മറ്റൊന്ന് റിയൽ ഫ്ലോ എന്നും. We have already observed that the same amount of money is moving in a circular way endlessly. That is, aggregate spending on goods and services is equal to aggregate value of goods and services is equal to aggregate income or payment received by the factors of production. സാധന സേവനങ്ങളുടെ മൊത്ത മൂല്യവും സാധന സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള മൊത്ത ചെലവുകളും ഉൽപ്പാദന ഘടകങ്ങൾക്ക് വേണ്ടി വരുന്ന പ്രതിഫലവും യഥാർത്ഥത്തിൽ തുല്യമാണ്. ഈ 3 ഫ്ലോസിലൂടെയും ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം ഒരേ ഇൻകം തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. സിൻസ് ദ സെയിം എമൗണ്ട് ഓഫ് മണി ഈസ് മൂവിങ് ത്രൂ ഓൾ ദ ഫ്ലോസ്, we can measure the aggregate value of goods and services produced during a year at any point on the circular flow. അതായത് സർക്കുലർ ഫ്ലോയിലൂടെ പ്രവഹിക്കുന്ന എല്ലാ വരുമാനങ്ങളും പല രൂപത്തിലുള്ള പ്രവാഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ പ്രവഹിക്കുന്ന എല്ലാ വരുമാനവും തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സർക്കുലർ ഫ്ലോയിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ മൊത്ത മൂല്യം നമുക്ക് കണക്കാക്കാൻ സാധിക്കും. Let us consider point A in the first flow. What does that flow represent? എന്താ പോയിന്റ് എയിലുള്ള ആ പ്രവാഹം എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? യെസ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് സ്പെൻഡിങ്. ചെലവുകളെയാണ്, സാധന സേവനങ്ങൾക്ക് മേലുള്ള ചെലവുകളെയാണ് ആ ഫ്ലോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു എസ്റ്റിമേറ്റ് ദ ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ മെഷറിംഗ് ദ ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് സ്പെൻഡിങ്. പോയിന്റ് എ റെപ്രസെൻ്റ് ചെയ്യുന്നത് മൊത്ത ചെലവുകളെയാണ്. ആ മൊത്ത ചെലവുകളുടെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, ആ രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ മൊത്ത മൂല്യത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇവിടെ ഏത് അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ മൂല്യം കണക്കാക്കുന്നത്? സ്പെൻഡിങ്ങിൻ്റെ, ചെലവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ദിസ് മെത്തേഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അത് ഇങ്ങനെ ഈ ചെലവിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന മൊത്തം അന്തിമ സാധന സേവനങ്ങളുടെയും മൂല്യത്തെ കണക്കാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ രീതിയെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് സമ്പ്രദായം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ ഇയർ by measuring the aggregate spending that the firm receives for final goods and services. Let us consider point B in the figure. നമ്മുടെ ഈ ഫിഗറിലെ പോയിന്റ് ബി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. Here also the value of goods and services produced during a year is estimated by measuring the value of final goods and services. നമുക്കറിയാം ആ പോയിന്റ് ബി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫ്ലോ എന്തിൻ്റെ ഫ്ലോയാണ് കാണിക്കുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫ്ലോ ആണ് കാണിക്കുന്നത്, അല്ലേ? ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫ്ലോ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മോണിറ്ററി വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവയുടെ മൂല്യത്തെ, ഈ സാധന സേവനങ്ങളുടെ മൊത്ത മൂല്യം കണക്കാക്കിക്കൊണ്ടാണ് ആ രാജ്യത്ത് ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ്
പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന സമ്പ്രദായം എന്ന് പറയും. രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ഫേംസുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഫേംസുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ പണമൂല്യത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അവയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ മൊത്ത ഉൽപ്പന്നങ്ങളുടെ സാധന സേവനങ്ങളുടെ മൊത്ത വാല്യൂ കണക്കാക്കുന്ന രീതിയാണ് പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതി എന്നത്. ഇറ്റ് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് aggregate value of goods and services produced during a year by measuring the final goods and services produced by all the firms in the economy. ഒരു സമ്പദ്ഘടനയിലുള്ള എല്ലാ ഉൽപ്പാദന യൂണിറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ പണമൂല്യത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂവിൽ എത്തിച്ചേരുന്ന രീതിയാണ് പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതി എന്നത്. Likewise, at point C, aggregate value of goods and services are measured by considering the sum total of factor payments or income of the factors of production. ഇവിടെ നോക്കൂ, പോയിന്റ് സിയിലെ ഫ്ലോ എന്തിനെയാണ് കാണിക്കുന്നത്? It is the flow of remuneration of factor services. ഫാക്ടർ സർവീസസിൻ്റെ റെമ്യൂണറേഷനെയാണ് അല്ലെങ്കിൽ ആ ഇൻകം ഫാക്ടർ സർവീസസിൻ്റെ ഇൻകത്തെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റുകളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പേയ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ ആ ഇൻകത്തിൻ്റെ ആ പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ പോയിന്റ് സിയിൽ നമുക്ക് ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണക്കാക്കുന്നത്. ദ ഇൻകം റിസീവ്ഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന ഘടകങ്ങൾ സ്വീകരിക്കുന്ന ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ കണക്കാക്കുന്നു. സോ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ദിസ് മെത്തേഡ് ഈസ് കോൾഡ് എ ഇൻകം മെത്തേഡ്. വരുമാന സമ്പ്രദായം എന്നാണ് ഈ രീതിയെ അറിയപ്പെടുന്നത്. ക്ലിയർ? Estimation of aggregate value of goods and services produced during a year by measuring the sum total of all factor payments or factor incomes. ഉൽപ്പാദന ഘടകങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ മൊത്ത മൂല്യത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി എന്നത്. Estimation of value of goods and services produced during a year through these different methods will be discussed in our coming classes. Here we discussed the sketchy illustration of an economy in a simplified manner. Such a model which explains the simple functioning of an economy is called a macroeconomic model. ഇപ്പോൾ ഇവിടെ നമ്മൾ വിശദമാക്കിയ സമ്പദ്ഘടനയുടെ ചിത്രം എന്ന് പറയുന്നത് വളരെ ലളിതവുമാണ്, അതേസമയം തന്നെ അപൂർണവുമാണ്. ഇങ്ങനെ ഒരു സാങ്കല്പിക സമ്പദ്ഘടനയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമ്മൾ സ്കെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സാങ്കല്പിക മോഡലിനെ സ്ഥൂല സാമ്പത്തിക രൂപമാതൃക എന്നാണ് വിളിക്കുന്നത്, അഥവാ മാക്രോ ഇക്കണോമിക് മോഡൽ എന്നാണ് വിളിക്കുക. That is the model which explains the simple functioning of an economy. ഒരു എക്കോണമിയുടെ ലളിതമായ പ്രവർത്തനങ്ങളെ സാങ്കല്പികമായി നമ്മൾ അവയെ ചിത്രീകരിക്കുന്നെങ്കിൽ അതിനെയാണ് മാക്രോ ഇക്കണോമിക് മോഡൽ അഥവാ സ്ഥൂല സാമ്പത്തിക രൂപമാതൃക എന്ന് വിളിക്കുക. It is very clear that this model doesn't describe an actual economy. In an actual economy, there is savings, there is government activities, foreign trade, then financial institutions, financial transactions, etc. But in our model, we assumed that these are absent in the economy. നമുക്കറിയാം, ഒരു റിയൽ സമ്പദ് വ്യവസ്ഥയിൽ, ഒരു യഥാർത്ഥ സമ്പദ്ഘടനയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് നമുക്കറിയാം. ഗവൺമെൻറ് ഉണ്ട്, ടാക്സ് അടയ്ക്കണം, ദെൻ ഇൻ്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സ്, ധനകാര്യ ഇടപാടുകൾ നടത്തേണ്ടി വരുന്നു, ബാങ്കുകളുണ്ട്, ഫോറിൻ ട്രേഡ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് എന്നിങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഒരു സമ്പദ്ഘടനയെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് യഥാർത്ഥ സമ്പദ്ഘടനയിൽ. പക്ഷേ നമ്മുടെ ഈ സമ്പദ്ഘടന, നമ്മളിവിടെ ചിത്രീകരിച്ച ഈ സമ്പദ്ഘടനയിൽ ഇവയെല്ലാം നമ്മൾ ആബ്സെൻ്റാണ്, അവയൊന്നും തന്നെ സമ്പദ് വ്യവസ്ഥയിൽ ഇല്ല എന്നുള്ള അസംഷനിൽ, സങ്കല്പത്തിലാണ് നമ്മൾ ഈ മോഡൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോഡൽ അപൂർണമാണ്, അതേസമയം തന്നെ അവ നമുക്ക് വിശദീകരിക്കാൻ ലളിതവുമാണ്. മോഡൽസ് ഡോണ്ട് വാണ്ട് ടു ക്യാപ്ചർ ആൻ എക്കോണമി ഇൻ ഇറ്റ്സ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ്. Their purpose is to highlight some essential features of the functioning of an economic system. എന്നാൽ നമ്മളൊരു സ്ഥൂല സാമ്പത്തിക മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ മോഡൽ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ സൂക്ഷ്മ സാമ്പത്തിക പ്രവർത്തനങ്ങളും വിശദീകരിക്കണമെന്നില്ല. എന്നാൽ ഒരു സമ്പദ്ഘടന പ്രവർത്തിക്കുന്നതിന് അത്യാവശ്യം വേണ്ടുന്ന, ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ചില സാമ്പത്തിക പ്രവർത്തനങ്ങളെ എടുത്തുകാട്ടലാണ്, ആ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സവിശേഷതകളെ എടുത്തുകാട്ടലാണ് യഥാർത്ഥത്തിൽ ഒരു മോഡലിൻ്റെ, ഒരു മാതൃകയുടെ ഉദ്ദേശ്യവും. നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ കടന്നുപോയ കുറേയേറെ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു.
we have discussed the circular flow of income, how it functions. Then it classified the flows into real flow and money flow. സർക്കുലർ ഫ്ലോയിലെ മൊത്തം ഫ്ലോസിനെ നമ്മൾ റിയൽ ഫ്ലോ എന്നും യഥാർത്ഥ പ്രവാഹമെന്നും അതുപോലെ തന്നെ പണപ്രവാഹം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചു. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ആഗ്രിഗേറ്റ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ലൈക്ക് പ്രോഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് ഇൻകം മെത്തേഡ് ആർ ഓൾസോ ഫെമിലറൈസ്ഡ്. We also discussed the relevance of macroeconomic models. വിവിധ സമ്പ്രദായങ്ങൾ, ഇൻകം മെത്തേഡ്, വരുമാന രീതി, ചെലവ് രീതി, അതുപോലെ ഉൽപ്പന്ന രീതി എന്നീ 3 മാർഗങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ മൊത്തം സാധന സേവനങ്ങളുടെ മൂല്യം കണക്കാക്കുന്നത്, ഏത് രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഒരു മാക്രോ ഇക്കണോമിക് മോഡലിൻ്റെ റെലവൻസ്, പ്രാധാന്യം എത്രത്തോളം അതിൻ്റെ ആവശ്യകതയുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തു. ഓക്കെ, നമ്മൾ ഇന്ന് കടന്നുപോയ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അസൈൻമെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഡ്രോ എ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ ഇക്കോണമി ആൻഡ് ക്ലാസിഫൈ ദ ഫ്ലോസ് ഇൻറ്റു റിയൽ ഫ്ലോ ആൻഡ് മണി ഫ്ലോ. ഒരു ലളിത സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹത്തെ കാണിക്കുന്ന ഒരു ഡയഗ്രം വരയ്ക്കുക. ആ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഫ്ലോസിനെ, പ്രവാഹങ്ങളെ, ഒഴുക്കിനെ റിയൽ ഫ്ലോ, യഥാർത്ഥ ഫ്ലോ എന്നും മണി ഫ്ലോ അഥവാ പണപ്രവാഹം എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുക. ഓക്കെ, മറ്റൊരു കണ്ടൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.